പുതിയ പുതിയ മ്യൂസിക്കിൽ ഇത്രയും പാട്ടുകൾ ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് എപ്പോഴെങ്കിലും അത് ഇനി എന്താ ചെയ്യുക? ഒരുപാട് റൊമാൻറ്റിക് സോങ്സ് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ ഓരോ ഇത്രയും ചെയ്തു വരുമ്പോൾ അടുത്തത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്റ്റക്ക് എപ്പോഴെങ്കിലും? ഇല്ല, എനിക്കുണ്ടായിട്ടില്ല. ബിക്കോസ് ഈച്ച് സോങ്, ഈച്ച് സിറ്റുവേഷൻ, ഈച്ച് ലിറിസിസ്റ്റ്, ഈച്ച് ഡയറക്ടർ, ഈച്ച് സ്റ്റോറി, ഈച്ച് സിറ്റുവേഷൻസ് ഡിഫറെൻറ്റ്. റിപ്പീറ്റ് ആകുന്നത് എപ്പോഴാണ്? എല്ലാം ഒരുപോലെ ഇരിക്കുമ്പോഴാണ്. ഒരു ചെറുപ്പക്കാരൻ പ്രേമത്തിലായി ഉടനെ 200 പേര് ചാടി വീണ് ഡാൻസ് ചെയ്യുന്നു. അത് തന്നെ എല്ലാ സിനിമയിലും ആകുമ്പോൾ ബോറിങ്ങാണ്. എൻ്റെ അറിയില്ല, അങ്ങനെയല്ലല്ലോ യഥാർത്ഥ ജീവിതം. ഒരു പാട്ടിനനുസരിച്ചുള്ള പോക്കാം. സർ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ മ്യൂസിക് ഡയറക്ടേഴ്സിനോടും മ്യൂസീഷ്യൻസിനോടും സിംഗേഴ്സിനോടും ഒക്കെ സാറിൻ്റെ എന്താണ് പറയാനുള്ളത്? ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് തോന്നുന്നു വളരെ ഗിഫ്റ്റഡ് പീപ്പിളാണ് ഇന്നത്തെ മ്യൂസിഷ്യൻസ്. ഞങ്ങളെപ്പോലെ തന്നെ, ഞങ്ങൾ ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെ തന്നെ ഇവരും എന്താ പറയുക, വളരെ കഴിവുള്ള ആളുകളാണ്. മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ലിറിസിസ്റ്റ് ആയാലും പാട്ടുകാരായാലും ഇൻസ്ട്രുമെൻറ്റിസ്റ്റ്, ദേ ആർ ഓൾ ട്രെമെൻഡസ്ലി ഗിഫ്റ്റഡ് പീപ്പിൾ. ആൻഡ് ഓൾസോ ഈ കാലഘട്ടം അവർക്ക് ഒരുപാട് ഉത്തേജനം നൽകുന്നുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും പാട്ട് പാടി പറയേ എന്നെ മാറ്റി നിർത്തേ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പോഷർ, സോഷ്യൽ മീഡിയ ഉണ്ട്. അന്നൊന്നുമില്ല. പാട്ട് പാടണം, പാട്ടൊന്നും പാടി സമയം കളയണ്ട, നീ വല്ലതും പഠിക്കുക. ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നമ്മൾ തന്നെ പോയി കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചെറുപ്പക്കാർക്ക് നല്ല ഗിഫ്റ്റുണ്ട്. പക്ഷെ ദേ ആർ മിസ്സിങ് നമ്മുടെ സംസ്കാരത്തിൻ്റെ റൂട്ട്സിലേക്ക് ഒരു ബോധവാന്മാരല്ല. എന്തോ അമേരിക്കയിൽ നിന്ന് വരുന്ന മ്യൂസിക്കാണ് ഭയങ്കരം, പാശ്ചാത്യ സംഗീതമാണ് പാശ്ചാത്യ സംഗീതം എന്ന് ഇവർ മനസ്സിലാക്കുന്നത് തന്നെ ഒരു വളരെ ലോലമായ, വളരെ ചെറുതായൊരു കോൺസെപ്റ്റാണ്. അമേരിക്കൻ പോപ്പ് മ്യൂസിക് പാശ്ചാത്യ സംഗീതത്തിൻ്റെ ഒരു മൂലക്കുള്ളൊരു കഷ്ണമാണ്. പാശ്ചാത്യ സംഗീതം നമ്മുടെ സംഗീതം പോലെ തന്നെ ഒരു മഹാസാഗരമാണെന്നുള്ള കാര്യം നമ്മുടെ പിള്ളേർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വന്നിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എനി മ്യൂസിക് വിത്ത് ഗിറ്റാർ ഇസ് ദ ഹോൾ തിങ് എന്നുള്ള തെറ്റിദ്ധാരണ. ഗിറ്റാറും ജാസ് ഡ്രമും എന്ന് പറയുന്നത് അമേരിക്കക്കാർ കള്ളു കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുമ്പോൾ ചെയ്യാൻ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. നമ്മുടെ സംഗീതത്തെ പോലെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്നൊരു സംഗീതമല്ല അമേരിക്കൻ പോപ്പ് മ്യൂസിക്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ സംഗീതം നമ്മളെ പുറത്തു നിന്ന് ആത്മാവിൻ്റെ അകത്തേക്കാണ് കൊണ്ടുപോവുക. ജേണി ഇൻ ടു അവർ സെൽസ് ആണ്. പക്ഷേ അമേരിക്കൻ പോപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് നേരെ മറിച്ചാണ്, നമ്മളെ അകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നൊരു മ്യൂസിക്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ക്ലാഷ് ഉണ്ട്. ഈ വക വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം സെലക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, പഠിക്കാം. ഫണ്ടമെൻ്റലി ലാക്ക് ഓഫ് നോളജ് in terms of music, in terms of lyrics, in terms of orchestration, in terms of performance, everywhere lack of knowledge. This is what I experience when I listen to ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഇത് ഫീൽ ചെയ്യണമെന്നില്ല. അവർ ഇപ്പോൾ ഫ്രഷായിട്ട് കേൾക്കുമ്പോൾ ഇത് വണ്ടർഫുൾ ആണല്ലോ എന്ന് തോന്നും. അതിൽ തെറ്റുമില്ല. പക്ഷേ ലീഡർഷിപ്പ് എടുക്കുന്ന ആളുകൾ കുറച്ചും കൂടി അറിവോടുകൂടി ഇത് ചെയ്യണമെന്ന് എനിക്കൊരു സജഷനുണ്ട്. ഇനി ജെറി അമൽദേവ് ഫൗണ്ടേഷനെ പറ്റിയും സിംഗ് ഇന്ത്യയെ പറ്റിയും. ഫസ്റ്റ് ഓഫ് ഓൾ, ജെറി അമൽദേവ് ഫൗണ്ടേഷൻ ഞാൻ ഉണ്ടാക്കിയതല്ല. എന്നിട്ട് പുറകിലുള്ളത് എലിസബത്ത് കുര്യൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട്. പിന്നെ ജോ ഗേബ്രിയൽ എന്ന് പറയുന്ന വേറെ ഫ്രണ്ടുണ്ട്. പിന്നെ കുറേ പാട്ടുകാർ അവർ തമ്മിൽ സംസാരിച്ചിട്ട് അവർ പറഞ്ഞതാണ്, ഒരു ആൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ പേരിൽ ഒരു എന്താ പറയുക, ഒരു പരിപാടി ഉണ്ടാക്കുന്നതിൽ നല്ലത് ആശാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വല്ലതും ചെയ്യുക എന്നല്ല. അങ്ങനെ അതിൽ നിന്നാണ് ഈ ഫൗണ്ടേഷൻ ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു ഫൗണ്ടേഷൻ്റെ പേര് സിംഗ് ഇന്ത്യ എന്ന് വെക്കാമെന്ന്. എൻ്റെ കോൺസെപ്റ്റാണ്. അപ്പം ഞാൻ ഇന്ത്യയോട് പറയുകയാണ്, പാടൂ ഭാരതമേ പാടൂ എന്നാണ് അതിൻ്റെ അർത്ഥം. സിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സിംഗ് ഇന്ത്യ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് വെറുതെ സിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല.
സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമൽദേവ് എന്ന് പറഞ്ഞാൽ വല്ലവരും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ അതിനെ ജെറി അമൽദേവ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു വിങ്ങായിട്ട് ഇവർ ഓർഗനൈസ് ചെയ്തു. അതാണ് അതിൻ്റെ ശരിയായ പോക്ക്, ലീഗലി ആൻഡ് അതർവൈസ്. അങ്ങനെ സംഭവിച്ചു. സിംഗ് ഇന്ത്യ ഫണ്ടമെൻ്റലി ഞാൻ ഉദ്ദേശിച്ചത് ഗ്രൂപ്പായിട്ട് പാടുക എന്നുള്ളത്. നമ്മൾക്കിപ്പോൾ സോളോ പാടാൻ ഒരുപാട് ആളുകളുണ്ട്. സിനിമയിൽ പാട്ടുകളൊക്കെ മോസ്റ്റ്ലി ഡുവറ്റും സോളോ ആണല്ലോ. ഗ്രൂപ്പായിട്ട് പാടുന്ന വളരെ ചുരുക്കം പാട്ടുകൾ. ഗ്രൂപ്പാണെങ്കിൽ തന്നെ അത് അത്ര വലിയ ഗ്രൂപ്പ് പാട്ടൊന്നും അല്ല. വല്ല ഭജനയാണെങ്കിൽ നമുക്ക് പണ്ട് മുതലുള്ളൊരു സാധനം. അപ്പം ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഈ ഗ്രൂപ്പിൽ കോറസ് എന്ന് പറയുന്നൊരു സാധനം, കോറസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് പാടും. അതിൽ പാടിയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം ഇവിടെയുള്ള ചില പാട്ടുകാർക്ക് കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റൈല് കൊണ്ടുവരാമെന്ന് ഉദ്ദേശിച്ചാണ്. അതായത് അങ്ങനെ പാട്ട് പാടുമ്പോൾ ചില സമയത്ത് ചില പാർട്ടിന് മുൻതൂക്കം കൊടുക്കണം. ലെറ്റ്സ് സേ മെൻ ആൻഡ് വിമൻ ആർ സിംഗിങ്. പാട്ടിൻ്റെ ചില ഭാഗത്ത് ആണുങ്ങൾക്ക് പ്രോമിനൻസ് കൊടുക്കണം, ആണുങ്ങളുടെ വോയിസിന്. അപ്പോൾ പെണ്ണുങ്ങളൊന്ന് ഒതുങ്ങിക്കൊടുക്കും. അത് നേരെ മറിച്ച് ചില സമയത്ത് പെണ്ണുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആണുങ്ങളൊന്നും കൊടുക്കുക. അങ്ങനെ ഇൻസ്ട്രുമെൻ്റ് ഓൾസോ ചില സമയത്ത് ഇൻസ്ട്രുമെൻറ്റ് കൂടുതലാകാം, ഇതൊന്ന് കുറയ്ക്കുക. ഇങ്ങനെ ദിസ് ഈസ് കോൾഡ് എൻസെമ്പിൾ സിംഗിങ്. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇത് വെസ്റ്റേൺ കോൺസെപ്റ്റാണ്. ഒരു വലിയ ഗ്രൂപ്പിനെ കൊണ്ട് പാടിച്ച് ഒരു വലിയ ശ്രോതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സംരംഭം. അതാണ് ഞാൻ ചെറിയ സംഭവം. ഇതിനകത്ത് ഗ്രൂപ്പ് പാടാനാണ് നല്ല ബുദ്ധിമുട്ട്. ആസ് എ സിംഗർ എല്ലാവരും പോവില്ലേ? എക്സാക്ട്ലി. ആസ് എ സിംഗർ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഗ്രൂപ്പായിട്ട് പാടുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് പാട്ട്. ഒറ്റയ്ക്ക് പാടാൻ തെറ്റിയാലും നമ്മൾ മാത്രം, നമ്മൾ കാരണം എല്ലാവർക്കും പ്രശ്നമുണ്ടാകും. സോ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിംഗിങ്. ദിസ് ഈസ് കോൾഡ് എൻസെമ്പിൾ സിംഗിങ്. അതായത് എല്ലാവരും കൂടി ഒരേ സമയത്ത് അടി, തബലക്കാരൻ അടിക്കുന്നു, മൃദംഗക്കാരൻ അടിക്കുന്നു, പാട്ടുകാരൻ തൊള്ള തുറന്ന് പാടുന്നു, ഗിറ്റാറുകാരൻ ഭയങ്കരമായിട്ട് പാടും. എല്ലാവരും ഇങ്ങനെ തൊള്ള തുറന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് ചെയ്യണ്ടേ, അറിവോടുകൂടി പാടുക. അപ്പോൾ അതാണ് സിംഗ് ഇന്ത്യയുടെ മെയിൻ തിങ്. ഇത് യൂറോപ്യൻ കോൺസെപ്റ്റ് നമ്മളുടെ ഇന്ത്യൻ പാട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ താങ്ക് യു സർ. സാറിൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? എൻ്റെ ഫുഡ് അതങ്ങനെ ചോദിച്ചത്. എനിക്കെല്ലാം ഇഷ്ടമാണ്. ചിക്കൻ ഇഷ്ടമാണ്. പിന്നെ സാറിന് എൻ്റെ ഒരു ചെറിയ സമ്മാനമുണ്ട്. തരൂ.